അങ്ങനെ നെയ് അവിടെ കയറിയിരിക്കും. അതിൽ ബാക്കിൽ നിന്ന് പറയും, ഓ മൈ ഗോഡ്, നോക്ക്, അത് വേവേവേ അല്ലേ, ക്യാമ്പസ് ബെല്ലെ റണ്ണറപ്പ്. നെയ് എന്തിനാ അവൾ അടുത്ത് ഇരിക്കുന്നത്? അറിയാതെ ആയിപ്പോയതാകോ? അതൊന്നും ആകാൻ ചാൻസ് ഇല്ല, അവർ ലവേഴ്സ് ആയിരിക്കും മിക്കവാറും. ഇനി ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇരാൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറയും, ഞാൻ കണ്ടിരുന്നു അവർ ഒരുമിച്ച് സൈക്കിളിലാണ് ഇങ്ങോട്ട് വന്നത്. അതും കൂടെ കേട്ടപ്പോൾ ഇരാന് മതിയായി. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? നമ്മുടെ ബാക്ക് സീറ്റിൽ ആ ഇരാനും ഇരിപ്പുണ്ട്. അവളും നെയ്യിനെ കാണാൻ വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നെയ് വേവേബേൻ്റെ ആയ സ്ഥിതിക്ക് എനിക്കിപ്പോൾ ക്യാമ്പസ് ബെല്ലെ ടൈറ്റിലിനേക്കാളും അഭിമാനം തോന്നുന്നത് വേവേബേനെ കണ്ടിട്ടാണ്. അതൊക്കെ കേട്ട് ദേഷ്യം പിടിച്ച ഇരാൻ ഫ്രണ്ടിനോട് പറയും, നീ ഒരുത്തിയായി എന്നെ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരാൻ കാരണം. അതിന് ഇരാൻ, എനിക്കും ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ, നമുക്കെന്നാ പോയാലോ? വേണ്ട, ഇപ്പോൾ പോയാൽ പിന്നെ എല്ലാവരും അതും കണ്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. കളിയിലാണെങ്കിൽ ഓപ്പോസിറ്റ് ടീം സ്കോർ തുര നേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ട് ടീമുകളും ടൈ ആകും. അതിൽ വേവ് ടെൻഷൻ ആയിക്കൊണ്ട് നെയ്യിനോട് പറയും, ടൈ ആയല്ലോ. അതിൽ നെയ് അവളെ അടുത്തോട്ട് വന്ന് മെല്ലെ പറയും, ഡോണ്ട് വറി, അവർ നമ്മളെ ശ്രദ്ധിക്കുന്നത് നിർത്തിയാൽ സ്കോർ വീണ്ടും കയറിക്കോളും. അവൻ്റെ ആ സംസാരം കേട്ടിട്ട് അവൾക്ക് ആകെ എന്തോ പോലെ ആകും. അങ്ങനെ വീണ്ടും കളി തുടങ്ങും. അതിൽ എറിക്സി വിഷമത്തോടെ പറയും, നമ്മൾ ആകെ 2 പോയിന്റിൽ മാത്രമേ ലീഡ് ചെയ്യുന്നുള്ളൂ. പെട്ടെന്നാണ് വേവേക്ക് ഓർമ്മയായത്, ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തില്ലല്ലോ എന്ന്. എന്നിട്ട് നെയ്യിനോട് പറയും, ഇവരാണ് എൻ്റെ റൂംമേറ്റ്സ്, എറിക്സി, ലിങ്, സിസി. ഹായ്, നൈസ് ടു മീറ്റ് യു. അത് കണ്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാകും. എന്നിട്ട് നെയ് അവൻ്റെ ഫ്രണ്ട്സിനെയും പരിചയപ്പെടുത്തി കൊടുക്കും. അവരാണ് നമ്മുടെ ഗെയിമിലെ 2 പേര്. ഒരാൾ വന്നിട്ടില്ല. അവർക്ക് ഞാനാണ് ലൂവേവേവേ എന്ന് അറിയോ? ഇല്ല, ഇതുവരെ അറിയില്ല. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വിജയിക്കും. അതിൽ വേവേ എറിക്സിയോട് പറയും, ഞാൻ ഇപ്പോൾ വരാം, നിങ്ങൾ പോകരുത്, എന്നെ വെയിറ്റ് ചെയ്യണം. അതും പറഞ്ഞ് അവൾ നെയ്യിൻ്റെ കൂടെ പോകുകയാണ്. അതൊക്കെ കണ്ടിട്ട് ഇരാൻ ആകെ കുരു പൊട്ടുന്നുണ്ട്. അവരങ്ങനെ പോകുന്നത് എറിക്സിയും ടീമും നോക്കി നിൽക്കുകയാണ്. അതിൽ സിസി ചോദിക്കും ഭയങ്കര അത്ഭുതത്തോടെ, നമ്മൾ കഴിച്ച സ്നാക്സ് മുഴുവൻ നെയ് വാങ്ങിച്ചതാവോ? ആ സ്നാക്സിനെ പറ്റിയൊക്കെ ആരാ ഇവിടെ അന്വേഷിക്കുന്നത്? നീ അത് നോക്ക്, ഫാൻറ്റാസ്റ്റിക്. ആരാ പറഞ്ഞത് നെയ്യും വേവയും ഒരിക്കൽ മാച്ച് ആകൂലെന്ന്? ആ വോട്ട് ചെയ്തവരോടൊക്കെ ഇങ്ങോട്ട് വന്ന് കാണാൻ പറ. എന്നിട്ട് അവർ പോകുന്നത് നോക്കി മതി മറന്ന് അങ്ങനെ എറിക്സിയും ടീമും നിൽക്കുകയാണ്. അങ്ങനെ നെയ് വേവേനെ അവൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അവർ വരുന്നത് കണ്ട് ഫ്രണ്ട്സ് പറയും, 4 അവർ സിംഗിൾ കൈ ഒരു പെണ്ണിനെയും കൊണ്ട് വരുന്നുണ്ടല്ലോ. അതിൽ അവൾ പറയും, ഹായ്, ഞാൻ വേവേവേ. അവരും ഹായ് ഒക്കെ പറയും, ഐ മീൻ ഞാൻ ലൂ വേവേവേ. അത് കേട്ട് ഷോക്കായ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ബോളൊക്കെ വീഴാൻ തുടങ്ങും. അതിൽ വേറെ ഒരുത്തൻ പറയും, നെയ്, നീ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്വന്തമാക്കിയല്ലേ, ഇനി പറ, ആരാ നിങ്ങളിതിൽ ആദ്യം ഇഷ്ടം പറഞ്ഞത്? തീർച്ചയായും അത് നെയ് ആകും. അവനാണല്ലോ ഗെയിം അവസാനിക്കുന്നതിന് മുമ്പ് വേവേൻ്റെ അടുത്ത് ഓഡിയൻസിൻ്റെ ഇടയിലൊക്കെ പോയിരുന്നത്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ഫ്രണ്ട്സും പറയും, യെസ്, നെയ് ആകാൻ തന്നെയാണ് ചാൻസ്. നമ്മളെന്തിനാ വെറുതെ ഗെസ് ചെയ്യുന്നത്? എന്നിട്ട്, ഹേ ജൂനിയർ, നീ പറ, നിങ്ങൾ ആരെയാ ഫോളോ ചെയ്തത്? അത് കേട്ട് അവളൊന്നും മിണ്ടാതെ നാണിച്ച് നിൽക്കാണ്. അതൊക്കെ പോട്ടെ, ഇന്ന് നമ്മൾ കളിയിൽ ജയിച്ചു. അത് മാത്രമല്ല, അതിലും വലുതായി നമുക്ക് നെയ്ക്ക് ഗേൾ ഫ്രണ്ടുമായി. അപ്പോൾ നെയ്, ഇന്നത്തെ ട്രീറ്റ് നിൻ്റെ വക. അതിലെല്ലാവരും പറയും, യെസ്, ഞങ്ങൾക്ക് ട്രീറ്റ് വേണം. കളിച്ച് വിശന്ന് ചാകാറുമായി. മിസ്സിസ് നെയ്, നീയും വാ. നിങ്ങൾ അവളെ വെറുതെ പേടിപ്പിക്കേണ്ട, അവളില്ല, ഞാൻ വന്നോളാം. അത് പറ്റൂല, ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ്. നീ എന്താ നിൻ്റെ ഗേൾ ഫ്രണ്ടിനെ തടഞ്ഞു വെക്കുന്നത്? ഒരു തടഞ്ഞു വെക്കലുമില്ല, എന്നാൽ നിങ്ങൾ നേരിട്ട് ചോദിച്ചോ എന്നും പറഞ്ഞ് നെയ് അവളെ നോക്കും. അതിൽ അവൾ പറയും, ഗൈസ്, നിങ്ങൾ പോയിക്കോ, എന്നെ എൻ്റെ റൂംമേറ്റ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പോവുകയാണ്, പിന്നെ കാണാം എന്നും പറഞ്ഞ് അവൾ പോകാൻ നിൽക്കുമ്പോൾ നെയ് അവളെ കൈ പിറകിൽ നിന്ന് പിടിച്ച് വലിച്ചിട്ട് ചോദിക്കും, നീ എത്ര മണിക്കാണ് നാളെ ലൈബ്രറിയിൽ പോകുക? അതിൽ അവൾ ഷോക്ക് ആയിക്കൊണ്ട് പറയും, രാവിലെ 7:30. ശരി, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ എന്നും പറഞ്ഞ് അവൾ വേഗത്തിൽ പോകാൻ നിൽക്കുമ്പോൾ അവൻ വീണ്ടും അവളെ കൈ പിടിച്ച് വലിക്കും. അതിൽ അവൾക്ക് ഒന്നുകൂടെ നാണമാകും. എന്നിട്ട് നെയ് പറയും, എനിക്ക് നീ സീറ്റ് പിടിച്ച് വെക്കാൻ മറക്കേണ്ട. ഓക്കെ ശരി, ബായ് എന്നും പറഞ്ഞ് അവൾ ഓടും. അങ്ങനെ അവൾ ഓടി വന്ന് ബാഗ് എടുത്ത് ഫ്രണ്ട്സിനെയും കൂട്ടി പുറത്തോട്ട് ഇറങ്ങും. അങ്ങനെ നെയ്യും ടീമും അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മൂന്നാമത്തവൻ ഓടി വന്ന് കിതച്ചുകൊണ്ട് ചോദിക്കും, എവിടെ നെയ്യിൻ്റെ ഗേൾ ഫ്രണ്ട്? നീ നേരം വൈകി, അവൾ പോയോ? അപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് കേട്ടത്, ആരൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട് നെയ്യിൻ്റെ ഗേൾ ഫ്രണ്ട് ഇവിടെ ബാസ്കറ്റ്ബോൾ കോർട്ടിലുണ്ടെന്ന്. അത് കേട്ടത് ഒരൊറ്റ ഓട്ടം ഓടി. നെയ് അവളോട് ഒന്നുകൂടെ വരാൻ പറ, എനിക്കൊന്ന് നേരിട്ട് കാണാൻ. നീ ടെൻഷനൊന്നും ആകണ്ട, നിനക്ക് ഉടനെ തന്നെ അവളെ ഇനിയും കാണാം. വേഗം വാ, ഇന്ന് ഇവൻ്റെ ട്രീറ്റാണ് എന്നും പറഞ്ഞ് നെയ് പോകും. എൻ്റെ ട്രീറ്റോ? അതിന് എനിക്കല്ലല്ലോ ഗേൾ ഫ്രണ്ട് സെറ്റായത്. അതിൽ നെയ് തിരിഞ്ഞു നിന്നോട് പറയും, എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല, ഞാൻ വേവേക്കിൽ ലഞ്ച് വാങ്ങിക്കൊടുത്ത് ഫുള്ള് കഴിഞ്ഞ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അവൻ പോകും. അയ്യേ, അവൻ അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി ഫുള്ള് ക്യാഷും തീർത്തോ? വേവേ ഓരോന്ന് ഓർത്ത് ചിരിച്ചുകൊണ്ട് അങ്ങനെ മുന്നിൽ നടക്കാണ്. ഫ്രണ്ട്സ് ബാക്കിൽ അവളെയും വാച്ച് ചെയ്ത് നടക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴി അവൾ ഫ്രണ്ട്സിനെ നോക്കും. അതിൽ അവർ ഓടി അവളെ ചുറ്റും കൂടും. ഒന്നും മിണ്ടാതെ അങ്ങനെ നോക്കി നിൽക്കും. അതിൽ വേവേ പറയും, നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിക്ക്. അത് കേട്ട് ദേഷ്യം പിടിച്ച എറിക്സി അവളെ പിടിച്ച് കുലുക്കിയിട്ട് പറയും, നീ എന്തുകൊണ്ട് ഞങ്ങളോട് മറച്ചു വെച്ചു നീയും നെയ്യും ഡേറ്റിങ്ങിലാണെന്ന്? വിട്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാ. ഞാനും ഇപ്പോഴും അവനാണെന്ന് മനസ്സിലായത്.
നീ ഞങ്ങളെ വെറുതെ ഫൂളാക്കണ്ട. നിങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടാലറിയാം നിങ്ങൾ ഒരു 6 മാസമായിട്ടെങ്കിലും ഡേറ്റിങ്ങിലാണെന്ന്. 6 മാസമോ 6 മണിക്കൂർ പോലും ആയിട്ടില്ല. അതിലെല്ലാവരും അവളെ സംശയാസ്പദമായി നോക്കുന്നത് കണ്ട് അവൾ പറയും, എന്നെ നോക്കി പേടിപ്പിക്കല്ലേ, ഞാനൊന്ന് ആലോചിക്കട്ടെ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ പറയണമെന്ന്. എന്നാൽ വേഗം പറ, നിങ്ങൾ എവിടുന്നാ കണ്ടുമുട്ടിയത്, കിസ് ചെയ്തോ, എപ്പോഴാണ് ഫസ്റ്റ് കിസ്, അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ലിസ്റ്റ് ഇങ്ങോട്ട് പോന്നോട്ടെ. എന്താ നടന്നതെന്ന് വെച്ചാൽ, മേഘങ്ങളൊന്നുമില്ലാത്ത ഒരു തെളിഞ്ഞ ആകാശം, പ്രകാശിക്കുന്ന ചന്ദ്രനും കുറച്ച് സ്റ്റാർസും മാത്രമുള്ള ഒരു രാത്രി. ഞാൻ ഗെയിം ലോഗിൻ ചെയ്ത് വെച്ചിട്ട് ബാത്റൂമിൽ പോയി. അത് കേട്ട് ദേഷ്യം പിടിച്ച ഫ്രണ്ട്സ്, ഓ ഇത്ര സാഹിത്യമൊന്നും വേണ്ട, നീ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി. പോയിന്റ് വരുന്നത് ഞാൻ ബാത്റൂമിൽ നിന്ന് വന്ന ശേഷമാണ്, നിങ്ങൾ ക്ഷമയോടെ കേൾക്ക്. അങ്ങനെ ബാത്റൂമിൽ നിന്ന് വന്നപ്പോൾ എന്നും പറഞ്ഞ് അവൾ കഥ പറയാൻ തുടങ്ങും. അങ്ങനെ ഞങ്ങൾ നേരിട്ട് കാണാൻ തീരുമാനിച്ചു. അപ്പോഴാണ് എനിക്കും മനസ്സിലായത് നെയ്യാണ് നെയ്ഹയെന്ന്. അത് കേട്ട് ഫ്രണ്ട്സൊക്കെ ഓടി വന്ന് അവൾ അടുത്ത് ഇരുന്നിട്ട് പറയും, അപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയിട്ട് ആകെ 2 മണിക്കൂറായിട്ടുള്ളൂ അല്ലേ? ഞാനും നിങ്ങളോട് അതൊന്നും മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നെ അപ്പോൾ കളിയാക്കി. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഇവൾക്ക് എന്തോ ഒരു പ്രണയമുണ്ടെന്ന്? പക്ഷെ ഞാനും ഒരിക്കലും വിചാരിച്ചില്ല ആ ഗെയിമിലുള്ള പയ്യൻ നെയ് ആയിരിക്കുമെന്ന്. അതല്ല, അവൻക്കറിയോ നീയും അവൻ്റെ ഫാൻ ഗേൾ ആണെന്ന്? ഡോൺ വറി, ഞാൻ ഗെയിമിലും അവൻ്റെ ഫാൻ ഗേൾ തന്നെയാണെന്ന് അവൻക്കറിയാം. അതിൽ സിസി പറയും, ബൈ ദ വേ, നിങ്ങൾ ഉണ്ടാക്കിയ ആ വീഡിയോ ഇതുവരെ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ. ഞാൻ റൂമിലെത്തിയിട്ട് കാണിച്ചു തരാം. പെട്ടെന്നാണ് അവൾക്കൊരു കാര്യം ഓർമ്മയത്. ആ വീഡിയോനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഞങ്ങൾ കാണാൻ തീരുമാനിച്ചത്. എന്നിട്ട് അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും സംസാരിച്ചില്ല. എന്നിട്ട് അവനെയും ഓർത്ത് അവൾ അങ്ങനെ തുള്ളിച്ചാടിപ്പോവുകയാണ്. അവളെ പോക്ക് കണ്ട് ലിങ് പറയും, അവളെ നോക്ക്, ഈ പ്രണയത്തിലായ പിന്നെ ഭ്രാന്തന്മാരെ പോലും ആകുമെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. അങ്ങനെ നെയ്യും ടീമും ഫുഡ് കഴിക്കാൻ പോകുകയാണ്. അതിൽ ആ ഫ്രണ്ട് പറയും, അങ്ങനെ നെയ്ക്കും ഗേൾ ഫ്രണ്ട് ആയല്ലേ, നിനക്കെന്താ അസൂയാണോ അവനോട്? ഞാൻ എന്തിനാ അസൂയപ്പെടുന്നത്? ഞാൻ ആലോചിക്കുന്നത് ആ ഗെയിമിലുള്ള അവൻ്റെ വൈഫിൻ്റെ കാര്യമാണ്. അവൻ പറയുന്നത് കേട്ട് ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കും. അവൻക്ക് റിയൽ ലൈഫിൽ ഒരു ഗേൾ ഫ്രണ്ടായി, ശരിയാണ്, നമ്മൾ ഹാപ്പിയാണ്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ആ ഗെയിമിലുള്ളതിനെ പറ്റി. അവർ തമ്മിൽ ഫൈനൽ വരെ എത്തി, എന്നിട്ട് ഇപ്പോൾ അവൻക്കൊരു പുതിയ ഗേൾ ഫ്രണ്ട്. എനിക്ക് അവളെ ഓർത്ത് പാവം തോന്നുന്നു. അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ട്, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ മറ്റവൻ, പറയരുത്, നമുക്കവനെ പറ്റിക്കാം എന്നും പറഞ്ഞ് ആംഗ്യം കാട്ടും. എന്നിട്ട് അവൻ തന്നെ പറയും, നീ ഒരു സ്ത്രീലമ്പടനാണ്. അവൻക്ക് ഗെയിമിൽ ഒരു മിസ്സിസ് നെയ്, ഇവിടെ ഒരു മിസ്സിസ് നെയ്. ഗെയിമിലുള്ള മിസ്സിസ് നെയ് ഇത് അറിഞ്ഞാൽ സഹിക്കില്ലല്ലേ? എന്നിട്ട് മറ്റവനെ ഒരു നോട്ടം നോക്കും. അതിൽ അവനും അതിൻ്റെ കൂടെ കൂടിക്കൊടുക്കും. അതൊക്കെ കേട്ട് അവൻ ആകെ മോട്ടറായിക്കൊണ്ട് പറയും, ഞാൻ ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കില്ല. ഗെയിമിലുള്ള മിസ്സിസ് നെയ്ക്ക് വേണ്ടി ഞാൻ അവനോട് തുടങ്ങി. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതിൽ അവർ ചിരിയൊക്കെ നിർത്തി സീരിയസ് ആയിക്കൊണ്ട് നിൽക്കും. ഇല്ല, ഒരിക്കലും ഇല്ല. അവൻ 100% ഒരു കളങ്കവും ഇല്ലാത്ത സ്ത്രീലമ്പടൻ തന്നെയാണ്. നീ എന്താ ഇങ്ങനെ? പോയി വേവേനോട് ചോദിക്കുക എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ പോകും. അത് കേട്ട അവൻ, വേവേ, ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലൻ്റെ പേര് വേ, ഗെയിമിലുള്ള മിസ്സിസ് നെയ്ൻ്റെ പേര് ലൂ വേ. എന്നിട്ട് അവനൊരു സംശയത്തോടെ, അവർ ഒരിക്കലും ഒന്നല്ലല്ലോ? അതെ, അവർ രണ്ടുപേരും ഒന്നാണ്. അപ്പോഴാണ് അവനെ പറ്റിക്കാണെന്ന് അവൻക്ക് മനസ്സിലായത്. അതിൽ അവൻ അവരെ അടിക്കാൻ ഓടും. അവർ ഓടി രക്ഷപ്പെടും. നെയ്യും ടീമും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ ചോദിക്കും, എന്നാലും പഹയാ, നീ എങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലനെ വളച്ചു? ഞങ്ങൾക്കും കൂടെ ഒന്ന് പഠിപ്പിച്ചത് ആ ട്രിക്ക്. നിനക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ സിംഗിളായി നടക്കുന്നത് കണ്ടിട്ട് പാവമൊന്നും തോന്നുന്നില്ലേ? അതിൽ നെയ് ഒന്നും പറയാതെ ചിരിക്കാണ്. അതിലൊരു ഫ്രണ്ട് എഴുന്നേറ്റിരുന്നിട്ട് പറയും, ഇപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ഞാനും നെയ്യും ഈ ഇടയായി ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടും. അപ്പോൾ ഞാൻ പറയുമായിരുന്നു അവളെ എൻ്റെ അടുത്തോട്ട് വിധി കൊണ്ടുവന്നാക്കുകയാണെന്ന്. അപ്പോഴൊക്കെ നെയ് പറയും, നിനക്കൊന്നും അതിൽ ചെയ്യാനില്ലാന്ന്. ഇപ്പോഴല്ലേ അതിൻ്റെയൊക്കെ കാര്യം പിടികിട്ടിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും ചിയേഴ്സൊക്കെ പറഞ്ഞ് കുടിക്കുകയാണ്. അതിലൊരുത്തൻ പറയും, എന്നാലും നിന്നെ ഞങ്ങൾ സമ്മതിച്ചു. എന്തായാലും നെയ്, ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലനെ നമുക്ക് തന്നെ കിട്ടിയല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവളെ വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പയ്യന്മാർ വന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇത്രയും സുന്ദരന്മാരുണ്ടായിട്ടും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് അതൊരു നാണക്കേടായേനെ. എന്നാലും അവൾ എങ്ങനെ ക്യാമ്പസ് ബെല്ലെ കോൺടെസ്റ്റിൽ സെക്കൻഡായി? എനിക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. മിസ്സിസ് നെയ്ൻ്റെ റൂംമേറ്റാണ് എൻ്റെ ഗേൾ ഫ്രണ്ട്. അവൾ പറഞ്ഞതനുസരിച്ച് ആരോ ഒരാൾ അവൾ അറിയാതെ അവളെ ഫോട്ടോ എടുത്ത് കോൺടെസ്റ്റിന് അയച്ചു കൊടുത്തു. ഒട്ടും ഫോക്കസ്ഡ് അല്ലാത്ത ഒരു ഫോട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. മിസ്സിസ് നെയ്നെ കണ്ടാൽ ഇറാൻ്റെ അത്രയും ഇന്നസെൻറ്റ് ലുക്കിംഗ് അല്ല. പക്ഷെ ബാക്കി എല്ലാ റാങ്കിങ്ങിലും അവൾ തന്നെയാണ് ഫസ്റ്റ്. അത് കേട്ട് നെയ്, എന്താ ഈ റാങ്കിങ് ഒക്കെ? സീരിയസ്ലി നെയ്, നിനക്കതൊന്നും അറിയില്ലേ? നമ്മുടെ കോളേജിന് ഒരു ബ്യൂട്ടി റാങ്കിങ് ഒക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കും. കണ്ടോ, മിസ്സിസ് നെയ് ആണ് ഒന്നാമത്. അത് കണ്ട നെയ്, നിന്റെ ലാപ്ടോപ്പ് ഒന്ന് താ. എന്തിനാ ഈ സമയത്തൊക്കെ ലാപ്ടോപ്പ് എന്നും പറഞ്ഞ് അവൻ ലാപ്ടോപ്പ് എടുത്ത് കൊടുക്കും. അങ്ങനെ അവൻ അത് തുറന്ന് ഹാക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യും. ഫ്രണ്ട് ചോദിക്കും, നീ എന്താ ചെയ്യുന്നത് ലാപ്പിൽ? ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് നോക്കുമ്പോൾ ആ ഫോറം ഡിലീറ്റ് ആയിട്ടുണ്ടാകും. അവൻ അത് കണ്ടിട്ടൊരു ദീർഘശ്വാസമൊക്കെ വിട്ടിട്ട്, നീ എന്താ നെയ് ചെയ്തത്? അതിൽ അവൻ പറയും, ശരിക്കും ഒരാളെപ്പറ്റി ഒന്നും അറിയാതെ എന്തിനാ റാങ്കിങ്ങിൻ്റെ ബേസൊക്കെ നോക്കിയിട്ട് ഒരാളെ വിലയിരുത്തുന്നത്? അതിലെല്ലാവരും ലാപ്പിന് ചുറ്റും കൂടി. അതിൽ ആ ഫ്രണ്ട് ഒരു ലൈക്കൊക്കെ കൊടുക്കും നെയ്ക്ക്.
അങ്ങനെ അവർ വീണ്ടും കുടിക്കാനൊക്കെ തുടങ്ങും. അതിൽ വേറൊരുത്തൻ ഫോണിൽ നോക്കി പറയും, നോക്ക്, നമ്മുടെ സ്കൂൾ ഫോറത്തിൽ നെയ്യിൻ്റെയും മിസ്സിസ് നെയ്യിൻ്റെയും ഫോട്ടോസിൻ്റെ മാലപ്പടക്കമാണ്. എല്ലാ ക്ലാസ്സിലും അതിനെപ്പറ്റി തന്നെയാണ് ഡിസ്കഷൻ. പാവം കേവോ ഇതൊന്നും അറിയാതെ അവൾക്ക് എന്ത് ഗിഫ്റ്റാണ് വാങ്ങിക്കേണ്ടതെന്ന് നോക്കുകയാണ്. അതിൽ സ്റ്റാഫ് വന്നിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇത് വാങ്ങിച്ചോളൂ, നിങ്ങളെ ഗേൾ ഫ്രണ്ടിന് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ അവൻ അതും വാങ്ങിച്ച് ഹോസ്റ്റലിലോട്ട് വരുമ്പോൾ ഫ്രണ്ട് അവനെ കണ്ട് ചോദിക്കും, നീ എവിടെയായിരുന്നു? ഞാൻ എത്ര നിനക്ക് വിളിച്ചു? എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. അതിൽ ഫ്രണ്ട് അവൻ്റെ കയ്യിലുള്ള ഷോപ്പിംഗ് കവർ കണ്ടിട്ട് ചോദിക്കും, നീ ആർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതാ? നിനക്ക് ഓൾറെഡി അറിയാലോ ഞാൻ ആർക്കാ ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന്. പിന്നെ ഈ ചോദ്യത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? പിന്നെ നീ അന്ന് പറഞ്ഞ് തന്നെ ഐഡിയ ഉണ്ടല്ലോ, അവരെ ഇൻട്രസ്റ്റിൽ കയറി പിടിക്കുന്ന, അത് വർക്കൗട്ട് ആകുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നത് കേട്ട് ഫ്രണ്ട്, കേവോ നീ ഈ കോളേജ് ഫോറം ഒന്നും നോക്കിയില്ലേ? കോളേജ് ഫോറമോ? ഇല്ല, എന്തേ? അതിൽ അവൻ അവൻ്റെ ഫോൺ എടുത്ത് കേവോക്ക് കൊടുത്തിട്ട് പറയും, നീ തന്നെ നോക്ക്. അതിൽ കേവോ അത് വാങ്ങിച്ച് നോക്കുമ്പോൾ ഷോക്കാകും. ഇതെന്താ? വേറെ എന്ത്, നിന്റെ വേവേയും നെയ്യും കപ്പിളായി. അവർ ഒരുമിച്ചാണ് ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ഇരുന്നത്. എല്ലാവരും കണ്ടതാ. പിന്നെ ഇതാ ഇതിലും നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ഈ ഫോട്ടോസ് കള്ളം പറയുകയാണെന്നോ? ഇത് ഫോട്ടോഷോപ്പ് ഒന്നുമല്ല. അതിൽ അവന് ദേഷ്യം പിടിച്ചു കൊണ്ട് പോകുന്നത് കണ്ട ഫ്രണ്ട് അവനെ പിടിച്ചു വെച്ചിട്ട് ചോദിക്കും, നീ എവിടേക്കാ? ബാസ്കറ്റ്ബോൾ കോർട്ടിലോട്ട്. അത് കേട്ട് ഫ്രണ്ട്, നിനക്കെന്താ, കളിയൊക്കെ എപ്പോഴോ കഴിഞ്ഞ്, സമയം നോക്ക്. അതിൽ അവൻ ആ ഗിഫ്റ്റൊക്കെ നോക്കിക്കൊണ്ട് കരയാൻ തുടങ്ങും. ഇവിടെ ഇരാൻ്റെയും അവസ്ഥ സെയിം തന്നെ. ഫ്രണ്ട് പറയും, ഇരാൻ നീ വിഷമിക്കല്ലേ, അവർ ശരിക്കും ഡേറ്റിങ്ങിലാണെന്ന് 100% ഷുവർ ഒന്നും ആയിട്ടില്ലല്ലോ. ഇനി ആണെങ്കിൽ തന്നെ അവൾ നെയ്യിനെ ട്രാപ്പിലാക്കിയതാ. അവളെപ്പോലെ ഉള്ളവർക്കാണോ അതൊക്കെ സാധിക്കാത്തത്? എല്ലാം നിന്റെ തെറ്റാണ്. നീ എന്തിനാ കളി കാണാൻ എന്നെ വലിച്ചു കൊണ്ടുപോയത്? എൻ്റെയോ? അതിന് എനിക്കെങ്ങനെ അറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് വേണ്ടിയോ? നീ എപ്പോഴും എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്നും പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കും. എന്നിട്ട് ഒന്നും തന്നെ വർക്കാകൂല. ഇപ്പോൾ കോളേജിൽ എല്ലാവർക്കും അറിയാം വേവയും നെയ്യും ഡേറ്റിങ്ങിലാണെന്ന്. ഞാൻ എന്തിനാണോ ആ പണ്ടാരം പിടിച്ച കളി കാണാൻ പോയത്? അവരൊക്കെ എന്നെപ്പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാകും? ഇരാൻ, അതിന് അവർക്കൊന്നും ആക്ച്വലി അറിയില്ലല്ലോ നിനക്കും നെയ്യിനെ ഇഷ്ടമാണെന്ന്. അത് കേട്ട് ദേഷ്യം പിടിച്ച ഇരാൻ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കും. എന്നാൽ ഇത് നോക്ക്. അതിൽ ഫ്രണ്ട് നോക്കുമ്പോൾ ഫുൾ ഇരാനെ പറ്റിയുള്ള ഗോസിപ്പാണ്. ഇരാനെതിരെയുള്ള വേവേൻ്റെ കൗണ്ടർ അറ്റാക്ക് അല്ലേ ഇത്? എൻ്റെ വോട്ട് വേവേക്ക്. ക്യാമ്പസ് ബെല്ലയും നെയ്യിനെ വളക്കാൻ നോക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ക്യാമ്പസ് ബെല്ല അത് നേരിട്ട് കണ്ട് അവളിപ്പോൾ ഇരുന്ന് കരയായിരിക്കും. അങ്ങനെ കമൻസിൻ്റെ ചാകരയാണ്. എല്ലാം കണ്ടില്ലേ? ഇനി നിനക്ക് എന്താ പറയാനുള്ളത്? നീ ഒന്ന് അടങ്ങിയിരാൻ, നമുക്ക് വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ വേണ്ട, നീ അല്ലേ എന്നോട് എപ്പോഴും പറയാറ് ഞാൻ നിനക്കൊന്നും വാങ്ങി തരാറില്ല എന്ന്. എന്നാൽ നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. നിനക്ക് എന്താ വാങ്ങിച്ചു തരേണ്ടത്? പിന്നെ നിൻ്റെ ഫേവറേറ്റ് ഓറഞ്ച് ജ്യൂസും വാങ്ങിത്തരാം. വാ പ്ലീസ്. അത് കേട്ടതും ഇരാന് ദേഷ്യം പിടിച്ച് അവിടുന്ന് പോകും. അത് കണ്ട് ഫ്രണ്ടിനും ദേഷ്യം പിടിച്ച് പറയും, അവളെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ വിചാരിക്കും നെയ് അവളെ മൈൻഡ് ചെയ്യാത്തത് ഞാൻ കാരണമാണെന്ന്. അവളെ വിചാരം അവൾ വലിയ രാജ്ഞിയാണെന്നാ. ഇടയ്ക്ക് നല്ല ജപ്പാനീസ് ഫുഡൊക്കെ വാങ്ങിച്ചു തരുമെന്ന് വിചാരിച്ച് അവൾ അടിമയാണോ ഞാൻ എന്നൊക്കെ പറയാണ്. കേവോ ആണെങ്കിൽ ആ ന്യൂസ് അറിഞ്ഞ ഷോക്കിൽ ഇവിടെ കുടിയോട് കുടി. അങ്ങനെ അതിൻ്റെ ഇടയിൽ കേവോ വേവേനെ പറ്റി പറയുന്നത് ഇറാൻ്റെ ഫ്രണ്ട് കേൾക്കും. അതിൽ അവൾ തൊട്ടടുത്ത സീറ്റിലിരുന്ന് അവർ പറയുന്നതൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യും. കേവോ പറയും, ഞാൻ വിചാരിച്ചത് ഞാൻ ഭയങ്കര സ്മാർട്ടാണെന്നാ. പക്ഷെ അവളെ കാര്യത്തിൽ എനിക്ക് തെറ്റി. എനിക്കറിയില്ലായിരുന്നു അവൾ എല്ലാവരെയും പിന്നാലെ നടത്തുന്ന ടൈപ്പാണെന്ന്. നീ അവളെ പിന്നാലെ ഇങ്ങനെ ആത്മാർത്ഥമായി നടക്കുന്നത് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ പറയാമല്ലോ. എനിക്കും തോന്നിയിരുന്നു അവളെപ്പോലെ അത്ര സുന്ദരികളൊക്കെ എല്ലാവരോടും കൊഞ്ചി കുഴഞ്ഞ് കുറച്ചെണ്ണത്തിനെ പരിധിയിൽ നിർത്തും. എന്നിട്ട് ലവ് മാറ്റർ വരുമ്പോൾ അതിലെ ബെസ്റ്റിനെ തന്നെ സെലക്ട് ചെയ്യും. ഒരു കണക്കിന് നീ ലക്കിയാ. അവളെ വലയിൽ നീ വീണില്ലല്ലോ. അവൾ നെയ്യുമായി ഡേറ്റിംഗ് ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഗെയിമിൽ കപ്പിൾസാണ്. അവൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? അത് ഗെയിം ആയതുകൊണ്ട് എന്തും ചെയ്യാമെന്നോ? അവളെ ഒരു ചാറ്റിങ് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ആ ഗിഫ്റ്റ് എടുത്തെറിയും. അവളെ പുറമേയുള്ള സൗന്ദര്യം പോലെ മനസ്സും സൗന്ദര്യമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിൽ ആ ഫ്രണ്ട് അത് എടുത്തു വെച്ചിട്ട് പറയും, കഴിഞ്ഞത് കഴിഞ്ഞ്, നീ അത് വിട്. നിനക്ക് നല്ല സൗന്ദര്യവും ഇന്നസെൻറ്റുമായ വേറെ പെണ്ണിനെ നോക്ക്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കാണും. എന്നാലും അവൾക്കൊരു ഓസ്കാർ തന്നെ കൊടുക്കണം. നല്ല ബെസ്റ്റ് അഭിനയമാണ്. അവൾ ഗെയിമിൽ എന്നോട് കൊഞ്ചിക്കുഴ, റിയൽ ലൈഫിൽ നെയ്യിനോടും. അതൊക്കെ വിട്. അവളോട് ബ്രേക്കപ്പ് ആയെന്ന് വിചാരിച്ച് നീ സുഖമായി ഒന്ന് ഉറങ്ങ്. നാളെ നേരം വെളുക്കുമ്പോഴേക്കും എല്ലാം മറന്ന് പുതിയൊരു ലൈഫ് തുടങ്ങ്. ബ്രേക്കപ്പോ? ഒരിക്കലുമില്ല. അവൾക്ക് അഭിനയിക്കാൻ അറിയുമെങ്കിൽ എനിക്ക് അതിനേക്കാളും നന്നായിട്ടറിയാം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? വെയിറ്റ് ആൻഡ് സീ. അത്രയും റെക്കോർഡ് ചെയ്ത് ഇരാൻ്റെ ഫ്രണ്ട് മെല്ലെ അവിടുന്ന് സ്കൂട്ടാകും. ഇവിടെ ബാക്കി എല്ലാവരും പോയി നെയ്യും ഫ്രണ്ട്സും മാത്രമാകും. അതിൽ ഒരു ഫ്രണ്ട് പറയും, ഞാൻ ടോയ്ലറ്റിൽ പോയി വരാമെന്നും പറഞ്ഞ് അവനും പോകും. അങ്ങനെ പോയി വരുമ്പോൾ അവൻ അന്ന് അവരെ കോളേജ് ക്യാൻറ്റീനിൽ കണ്ട ആ പയ്യനെ കാണും. എന്നിട്ട് അവനെ വിളിച്ചിട്ട് പറയും, നീ അല്ലായിരുന്നോ അന്ന് ഞങ്ങളുടെ ക്യാൻറ്റീനിൽ ഉണ്ടായിരുന്നത്? നീ ഇപ്പോൾ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യാറില്ലേ? യെസ്, രാത്രി ഇവിടെയാണ് എൻ്റെ ഡ്യൂട്ടി. നിൻ്റെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ഞാൻ എന്നും ക്യാൻറ്റീനിൽ നിന്നാണ് ഫുഡ് കഴിക്കാറ്. നല്ല ടേസ്റ്റാണ്. അതിൽ അവൻ പറയും, എനിക്കറിയാം നീ വരാറുണ്ടെന്ന്. നിനക്കറിയാമെന്നോ എന്ന് കൺഫ്യൂഷനായി ചോദിക്കും. അതിൽ അവൻ ഒന്നും മിണ്ടുന്നില്ല. അത് കണ്ട്
ഓക്കെ എന്നാൽ ഞാൻ പോകട്ടെ എന്നും പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ക്യാൻറ്റീനിലെ ചില ഐറ്റംസിന് ഉപ്പ് കുറവുണ്ട്, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കോ. അതിലെ എല്ലാ ഐറ്റംസും ഞാനല്ല ഉണ്ടാക്കാറ്. വെറുതെയല്ല, ചില ഐറ്റംസ് ഭയങ്കര ടേസ്റ്റും ചിലത് വായിൽ വെക്കാനും പറ്റില്ല. അതിൽ അവൻ ഒരു പേപ്പറിൽ അവൻ ഉണ്ടാക്കുന്ന ഐറ്റംസ് എഴുതി കൊടുത്തിട്ട് പറയും, ഇതൊക്കെയാണ് ഞാൻ ക്യാൻറ്റീനിൽ ഉണ്ടാക്കാറ്, അതുകൊണ്ട് ഇത് ഓർഡർ ചെയ്താൽ മതി. എന്നാൽ നിൻ്റെ നമ്പറും കൂടെ ഒന്ന് തരുമോ. അതിൽ അവൻ കുറച്ച് ഗൗരവത്തോടെ, ഞാൻ ഒരു കുക്കാണ്, വെറും ഒരു കിച്ചൺ സ്റ്റാഫ് എന്നും പറഞ്ഞ് അവൻ പോകും. അതിൽ അവൻ വിളിച്ചു പറയും, ഞാൻ കമ്പ്യൂട്ടർ സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോൾ പിന്നെ ചെറിയ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കൂടിയാണ്. അത് കേട്ടതും അവൻ തിരിഞ്ഞു നോക്കും. അതിൽ അവൻ പേപ്പർ ഒന്നുകൂടെ നീട്ടും മൊബൈൽ നമ്പറിന് വേണ്ടി. രാത്രി ഒരുപാട് ആയിട്ടും വേവേക്ക് ഉറക്കം വരുന്നില്ല. അവൾ അന്നുണ്ടായ സംഭവങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാണ്. അതിൽ എറിക്സ് എഴുന്നേറ്റ് ടോയ്ലറ്റിലോട്ട് ഓടും. അങ്ങനെ വേവെ വിചാരിക്കും, ഇനിയെങ്കിലും ഉറങ്ങാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഉറങ്ങാതെ ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നും വിചാരിച്ച് അവൾ വീണ്ടും ഉറങ്ങാൻ ട്രൈ ചെയ്യും. അതിൽ എറിക്സ് ടോയ്ലറ്റിൽ നിന്നും വയറൊക്കെ പൊത്തി പിടിച്ച് വയ്യാതെ വേവേൻ്റെ ബെഡിൽ വന്നിരിക്കും. അത് കണ്ട് വേവെ ചോദിക്കും, എന്തു പറ്റി? ഞാനിപ്പോൾ 3-4 വട്ടമായി ടോയ്ലറ്റിൽ പോകുന്നു, ഞാനിപ്പോൾ മരിക്കും. അതിലെല്ലാവരും എഴുന്നേറ്റ് എന്ത് പറ്റി എന്ന് ചോദിക്കും. എറിക്സിക്ക് എന്തോ ലൂസ് മോഷൻ ആണെന്ന് തോന്നുന്നു, നമുക്ക് അവളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം എന്നും പറഞ്ഞ് അവർ റെഡിയാകും. എറിക്സി ആണെങ്കിൽ ഒട്ടും വയ്യാതെ ഇരിക്കുകയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ അവളെ ഗ്ലൂക്കോസ് കയറ്റാൻ വേണ്ടി അഡ്മിറ്റാക്കും. എല്ലാവരും ബുദ്ധിമുട്ടുന്നത് കണ്ട് അവൾക്ക് സങ്കടമായിട്ട് പറയും, നിങ്ങളെല്ലാവരും തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോയി കിടന്നുറങ്ങിക്കോ, ഡോക്ടർ പറഞ്ഞല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്, നാളെ രാവിലെ ഞാൻ ഡിസ്ചാർജ് ആകും ചെയ്യും. ഞങ്ങളിവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ ഞങ്ങൾ ഈ ചെയ്യുന്നത് ഫ്രീ ആണെന്നൊന്നും നീ വിചാരിക്കണ്ട, ഞങ്ങൾക്കും ലൂസ് മോഷനൊക്കെ വന്ന് ഇങ്ങനെ കിടന്നാൽ നീയും ഇതുപോലെ നോക്കേണ്ടി വരും കേട്ടോ. അത് കേട്ട് എറിക്സി സന്തോഷത്തോടെ പറയും, നിങ്ങൾ എൻ്റെ നല്ല ഫ്രണ്ട്സാണ്. അതിൽ ലിങ്ങൊക്കെ ചിരിക്കും. അങ്ങനെ വേവെ അവളെ കിടത്തി എല്ലാവരും ലൈറ്റൊക്കെ ഓഫാക്കി അങ്ങനെ ഉറങ്ങും. അങ്ങനെ നേരം വെളുത്ത് ലിങ്ങും സിസും ഒരേ ബെഡിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും കാലും ഒക്കെ ഇടാണ്. വേവയും എണീറ്റ് എറിക്സിയെ നോക്കുമ്പോൾ അവൾ മേപ്പോട്ട് നോക്കി ഓരോന്ന് ആലോചിച്ച് കിടക്കാണ്. നീ എണീറ്റോ, ഇപ്പോഴെങ്ങനെയുണ്ട്? അതിൽ അവൾ പറയും, നെയ് വാങ്ങിച്ച് തന്ന സ്നാക്സ് ആണോ പ്രോബ്ലം എന്ന് എനിക്ക് തോന്നുന്നത്. അത് വേവേക്ക് അത്ര ഇഷ്ടമായില്ല. അതിന് ഞങ്ങളൊക്കെ അത് കഴിച്ചല്ലോ, എന്നിട്ട് ഞങ്ങൾക്കാർക്കും ഒരു പ്രോബ്ലം ഇല്ലാതെ നിനക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിച്ച്? വെറുതെ അങ്ങേരെ കുറ്റം പറയണ്ട. സത്യം പറ, നീ സിസിൻ്റെ ഡയറ്റ് ടീ കട്ടെടുത്ത് ഒരുപാട് കുടിച്ചോ? അതിൽ അവൾ ഒന്നും അറിയാത്ത പോലെ കിടക്കും. എറിക്സി വേവേനെ നോക്കിക്കൊണ്ട് പറയും, വേവേ നിന്നെ കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ട്, വെറുതെയല്ല നെയ് നിന്നെ കണ്ട് വീണത്. അവൻ വീണത് എൻ്റെ ഇന്നർ ബ്യൂട്ടി കണ്ടിട്ട് മാത്രമാണ്, അല്ലാതെ ഔട്ടർ ഒന്നുമല്ല. അത് കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് ഇന്നർ ബ്യൂട്ടിയോ എന്നും പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൾ എറിക്സിൻ്റെ ഫോൺ എടുത്തിട്ട് സമയം നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കും, 7 മണിയായി, അവനോട് പറയട്ടെ എന്നെ വെയിറ്റ് ചെയ്യണ്ട, എനിക്ക് വരാൻ പറ്റില്ല എന്ന്. എറിക്സി നിൻ്റെ ഫോൺ ഇപ്പോൾ തരാം എന്നും പറഞ്ഞ് കോൾ ചെയ്യാനായിട്ട് അവൾ പുറത്തോട്ട് പോകുമ്പോൾ ദേ നിൽക്കുന്നു മുന്നിൽ നെയ്. അവനെ കണ്ടതും വേവെ ആദ്യം ഒന്ന് ഞെട്ടും, എന്നിട്ട് ആകെ ചമ്മാൻ തുടങ്ങും. ഇന്നർ ബ്യൂട്ടിയെ പറ്റിയൊക്കെ പറഞ്ഞതെല്ലാം അവൻ കേട്ടു. എറിക്സിക്ക് കാര്യം മനസ്സിലായി. അവൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ എറിക്സി ഡിസ്ചാർജ് ആയി അവരെ എല്ലാവരെയും നെയ് കാറിൽ ഹോസ്റ്റലിലോട്ട് കൊണ്ടാക്കിയാണ്. അതിൽ എറിക്സി ബാക്കിയുള്ളവരോട് ചോദിക്കും, നെയ്ക്ക് എങ്ങനെ അറിയാം നമ്മൾ ഹോസ്പിറ്റലിലാണെന്ന്? ഞാൻ രാവിലെ ശൂഷ് ഒഴിക്കാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചിരുന്നു. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നെയ്നെ കണ്ടു. അവനൊരു കാഷ്വൽ ടോക്ക് പോലെ അത് പറഞ്ഞു. അപ്പോൾ നെയ് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പിക്ക് ചെയ്യാൻ വരാമെന്ന്. എന്നാൽ നിനക്കതൊന്ന് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു, അറ്റ്ലീസ്റ്റ് പല്ല് തേക്കെങ്കിലും ചെയ്യായിരുന്നു. അത് കേട്ടതും എറിക്സി മൂക്കൊക്കെ പൊത്താൻ തുടങ്ങും. അതിന് അപ്പോൾ 6 മണിയായിരുന്നുള്ളൂ, നിങ്ങളൊക്കെ കൂർക്കം വലിച്ച് ഉറങ്ങായിരുന്നു. എനിവേ അപ്പോൾ ആരാ നീ പല്ല് തേക്കാത്തതൊക്കെ ഓർത്ത് നിൽക്കുന്നത്? അത് കേട്ട് വേവേയും വിചാരിക്കും, ദൈവമേ ഞാനും പല്ല് തേച്ചിട്ടില്ലല്ലോ. എറിക്സി പറയും, എന്നാലും നെയ് നമ്മളെ പെക്ക് ചെയ്യാൻ വന്നത് അവൻക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാകും. എന്ത് ബുദ്ധിമുട്ട്? നമ്മളിപ്പോൾ ഒരേ ഫാമിലി ആയില്ലേ? അത് കേട്ട് വേവേക്ക് ദേഷ്യം വരാൻ തുടങ്ങും. ഫാമിലിയോ? അവർ രണ്ടുപേരും, പിന്നെ നമ്മൾ അവരെ തോഴിമാരും എന്നും പറഞ്ഞു തുടങ്ങുമ്പോൾ വേവെ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി വേഗം പറയും, സിസി പറഞ്ഞത് ശരിയാ, നീ നമ്മുടെ ഫാമിലി ആയില്ലേ? അത് കേട്ട് തോഴികൾ ചിരിക്കും. അപ്പോഴാണ് അവൾ പറഞ്ഞത് പൊട്ടത്തരമാണെന്ന് അവൾക്ക് തന്നെ മനസ്സിലായത്. അതിൽ അവൻ പെട്ടെന്ന് പറയും, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം. അത് കേട്ട് തോഴിമാർക്ക് സന്തോഷമാകും. ഒരുപാട് കാലമായിട്ട് അവൻ കഴിക്കുന്നതൊക്കെ ഒളിഞ്ഞും ഇമിറ്റേറ്റ് ചെയ്തുമൊക്കെ നടന്നതല്ലേ. പക്ഷെ ലിങ് പറയും, വേണ്ട സാരമില്ല, ഇത് തന്നെ വലിയൊരു ഉപകാരം, ഒരു കുഴപ്പവുമില്ല, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരേ ഫാമിലി അല്ലേ എന്നും പറഞ്ഞ് വേവേനെ അവൻ കളിയാക്കും. അത് കേട്ട് വേവെ ആകെ ഇല്ലാതാകും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അവർ ഹോസ്റ്റലിലെത്തും. നെയ് വേവേക്ക് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നത് ഫ്രണ്ട്സ് കണ്ട് ചിരിക്കാണ്. എന്നിട്ട് ലിങ് പറയും, നെയ് താങ്ക് യു, ഞങ്ങൾ എറിക്സിയെയും കൊണ്ട് റൂമിലോട്ട് പോകട്ടെ. വേവേ നീ മിനിമം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടെങ്കിലും വന്നാൽ മതി എന്നും പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞ് അവൻ വേവേനോട് ചോദിക്കും, നീ പ്രിപ്പയർ ചെയ്തോ? പ്രിപ്പയറോ? എന്തിനെ? 3 മിനിറ്റിൻ്റെ. അതോ, അവർ അത് എന്നെ കളിയാക്കിയതാ, നീ അത് സീരിയസ് ആക്കിയോ? ഞാനത് കുറച്ച് സീരിയസ് ആക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്.
ഫ്രീ ആയിട്ട് ഓടിപ്പോകാതെ നിന്നോട് 3 മിനിറ്റെങ്കിലും സംസാരിക്കാലോ. അത് കേട്ട് അവൾ വീണ്ടും നെർവസ് ആകും. എന്നിട്ട് ഞാൻ പോട്ടെ ബൈ ബൈ എന്നും പറഞ്ഞ് അവൾ ഓടിപ്പോകും. റൂമിൽ വേവേ നല്ല സുഖമായിട്ട് ഉറങ്ങാണ്. തലേ ദിവസത്തെ ക്ഷീണം ഫുള്ള് തീർക്കാണ്. എറിക്സ് ലാപ്പിൽ ഓൺലൈൻ ഷോപ്പിൻ്റെ ഓഫർ നോക്കി നിൽക്കാണ്. അതിൽ സിസിയും ലിങ്ങും ഫുഡും കൊണ്ടുവരും. അവർ അത് തുറന്നതും നല്ല മണം എന്നും പറഞ്ഞുകൊണ്ട് വേവ എഴുന്നേൽക്കും. അങ്ങനെ അവർ ഒരുമിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എറിക്സി എപ്പോഴും ലാപ്പിൽ തന്നെ. അതിൽ വേവേ ഇവിടെ വന്ന് നോക്ക്, നിൻ്റെയും നെയ്ൻ്റെയും ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കോളേജ് ഫോറത്തിൽ. ഈവൻ നിങ്ങൾ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് വരെ ഉണ്ട്. അത് കേട്ടതും വേവേ നോക്കട്ടെ എന്നും പറഞ്ഞ് ഓടി വരും. എല്ലാവരും നല്ല ഗോസിപ്പിലാണ്. അവർക്കൊക്കെ മെയിനായിട്ട് അറിയേണ്ടത് നിങ്ങൾ എന്നാണ് ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്നാ. അത് കണ്ട് വേവേ പറയും, നമ്മുടെ കോളേജിൽ ഗോസിപ്പ് പറഞ്ഞ് പരത്താൻ എല്ലാവർക്കും നല്ല ഉഷാറാണ്, നീ അടക്കം എന്ന് പറഞ്ഞ് വീണ്ടും ഫുഡ് കഴിക്കാനിരിക്കും. അതിൻ്റെ ഇടയിൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് വേവേ അത് അറ്റൻഡ് ചെയ്യും. നീ ഉറങ്ങി എഴുന്നേറ്റോ? ഇനി അടുത്തത് പഠിത്തമാണോ? അതെ, പക്ഷേ ലൈബ്രറിയിൽ പോയിട്ട് കാര്യമില്ല, ഇരിക്കാൻ സീറ്റ് പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ലൈബ്രറി പോലെ തന്നെ വേറെ ആരുടെയും ശല്യമില്ലാത്ത ഒരു സ്ഥലത്തോട്ട് ഞാൻ നിന്നെ കൊണ്ടുപോകാം. അങ്ങനെ വേവേൻ്റെ ഹോസ്റ്റലിന് മുന്നിൽ നെയ് അവളെയും വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അങ്ങനെ വേവേ വന്നതും അവനെ കണ്ട് അവൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലും. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ ഉടൻ അവിടെ എത്തും, എന്നിട്ട് നീ നേരിട്ട് കണ്ടോ. എന്നിട്ട് അവളെ ബാഗൊക്കെ അവൻ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിലോട്ട് ഇട്ട് ആ സൈക്കിളിൽ കയറും. അവളും ബാക്കിൽ കയറും. അങ്ങനെ അവർ പോകുകയാണ്. എല്ലാവരും അവരെ കണ്ട് നോക്കി നിൽക്കാണ്. അതിൽ കുറേ പേര് ഫോട്ടോ എടുക്കാൻ തുടങ്ങും. അതിൽ അവൾ മനസ്സിൽ പറയും, ഈ ഫോട്ടോയും ഇനി എന്തായാലും കോളേജ് ഫോറത്തിലെത്തും. ഇനി അതെന്ത് തന്നെ ആയാലും എനിക്കൊരു പ്രശ്നവുമില്ല. അതോടുകൂടി ലവ് O2O എപ്പിസോഡ് 11 ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.